ഹലോ, നമ്മൾ 13th ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. 13th ചാപ്റ്ററിൻ്റെ പേരാണ് മേല. മേല എന്ന് പറഞ്ഞാൽ ഫെയർ. നമ്മളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉത്സവങ്ങൾക്കും പിന്നെ മറ്റാഘോഷങ്ങൾക്കും ഒക്കെ ഇതേപോലത്തെ മേളകൾ ഉണ്ടാവാറുണ്ട്. ഇഖായി ഫോർ ത്യോഹാർ ആർ മേലെ. അപ്പം ഇനിയുള്ള 3-4 ചാപ്റ്റേഴ്സ് ഈ ഒരു ത്യോഹാർ ആഘോഷങ്ങളോ അല്ലെങ്കിൽ മേളകളെയോ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഇവിടെ ഒരു മേളയുടെ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ? എന്തൊക്കെയാണ് ഉണ്ടാവുക മേളകളിൽ? പല പല ഭക്ഷണങ്ങളുടെ സ്റ്റാളുകളുണ്ടാവും, പിന്നെ കളിപ്പാട്ടങ്ങളും മറ്റ് ബലൂണുകളും അങ്ങനെ പലതും വിൽക്കുന്ന കടകളുണ്ടാവും, പിന്നെയോ ആനകളുണ്ടാവും, കൊട്ടുണ്ടാവും, പാട്ടുണ്ടാവും, അല്ലേ? അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇതുവരെ പങ്കെടുത്ത് ഏതെങ്കിലും ഒരു മേള അല്ലെങ്കിൽ ഫെയറിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. ആനന്ദ്മയി കവിത. അപ്പം ഇവിടെ ഒരു ചെറിയ കവിത കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. घर के पास लगा दा मेला, उसमें आया चाट कठेला, हमने जाकर खाई चाट, ऐसे थे मेले के ठाट. घर के पास लगा दा मेला, उसमें आया झूले वाला, हमने जाकर झूले झूले, मन में नहीं समाये फूले. घर के पास लगा था मेला, उसमें एक खिलौने वाला, लाए जाकर 4 खिलौने, रंग बिरंगे बड़े सलोने. घर के पास लगा था मेला, हमने देखा मन भर मेला, गुड़िया गुनगुन दोनों साथ, छोटू ने पकड़ा दा हाथ, मेले के थे ऐसे ठाट, ചൂലേ ടേലേ സുന്ദർ ഹാട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കുട്ടികളെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു മേള വന്നു. അപ്പോൾ അവർ ആ മേളയ്ക്ക് പോയതും അവിടെ എൻജോയ് ചെയ്തതും എങ്ങനെയാണെന്നാണ് ഈ കവിതയിലുള്ളത്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ കവിതയിൽ കാണുന്നത്. നിങ്ങൾ മേളകൾക്ക് പോകാൻ എക്സൈറ്റഡ് ആവാറുണ്ടോ? നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ഘർ കെ പാസ് ലഗാദാ മേല, വീടിൻ്റെ അടുത്ത്. ഘർ കെ പാസ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അടുത്ത്. ലഗാദാ മേല, ഒരു മേള വന്നു. ഉസ്മേ ആയ ചാട്ട് ഖട്ടേല, അവിടെ എന്താണുള്ളത്? ഒരു ചാട്ടിൻ്റെ സ്റ്റോള്. കണ്ടോ? ഒരു ചാട്ടിൻ്റെ സ്റ്റോള് വന്നു. ഹംനെ ജാക്കർ ഖായി ചാട്ട്, ഞങ്ങൾ പോയിട്ട് ചാട്ട് കഴിച്ചു. ഖായി എന്ന് പറഞ്ഞാൽ കഴിച്ചു. ഏസേ ഥേ മേലേ കേ ടാട്ട്, ഇങ്ങനെയായിരുന്നു മേളയുടെ ആഘോഷം, ഇങ്ങനെയായിരുന്നു അവിടെ നമുക്ക് എൻജോയ് ചെയ്തിരുന്നത്. ഘർ കെ പാസ് ലഗാ ദാ മേല, ഉസ്മേ ആയ ഝൂലേ വാലാ. ഝൂല എന്നാൽ നമ്മൾ മുൻപും പല പ്രാവശ്യം പറഞ്ഞു, ഝൂല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാണ്. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഈ ഝൂലേ വാല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലും കൊണ്ടൊരാൾ വന്നു. ഹംനെ ജാക്കർ ഝൂലേ ഝൂലേ, ഞങ്ങൾ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരുന്നു. മന്മേ നെഹി സമായേ ഫൂലേ, ഭയങ്കര മനസ്സിൽ ഭയങ്കര സന്തോഷം വന്നു. ഘർ കെ പാസ് ലഗാ ദാ മേല, ഉസ്മേ ഏക് ഖിലോനെ വാല. ഇപ്പോഴാരാ പുതിയത് വന്നത്? ഖിലോനെ വാല. കണ്ടോ? ഖിലോനെ വാല, അവർ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ആളാണ്. ലായേ ജാക്കർ 4 ഖിലോനെ, രംഗ് ബിരംഗെ ബഡേ സലോനെ, ഞങ്ങൾ ചെന്നിട്ട് 4 കളിപ്പാട്ടങ്ങൾ വാങ്ങി. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ. ഘർ കെ പാസ് ലഗാ ദാ മേല, ഹംനെ ദേഖ മൻ ഭർ മേല. അപ്പോൾ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന മേള ഞങ്ങൾ എൻജോയ് ചെയ്ത് മൻ ഭർ, മനസ്സ് നിറയെ കണ്ട് ആസ്വദിച്ചു. ഗുഡിയ ഗുൻഗുൻ, ഗുഡിയ പിന്നെ ഗുൻഗുൻ, ദോനോ സാത്ത്, രണ്ടും വാങ്ങി. ചോട്ടുനെ പക്കടാ ദാ ഹാത്ത്, ചോട്ടു ആരാണ്? ഈ കുട്ടിയുടെ അനിയനാണല്ലേ ചോട്ടു. അപ്പം ചോട്ടുനെ പക്കടാ ദാ ഹാത്ത്, കൈയൊക്കെ പിടിച്ചിട്ടായിരുന്നു വന്നത്. ഈ ചിത്രം കണ്ടാലേ അറിയാലേ അവർ എത്ര സന്തോഷത്തോടെയാണെന്ന്. അവർ
മേള കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. മേലേക്ക് ധേ ऐसे ढाट झूले ठेले सुंदर हाट. അപ്പോൾ ഇതുപോലെയായിരുന്നു മേള ഞങ്ങൾ ആസ്വദിച്ചത്. ഇതായിരുന്നു മേളയുടെ കാര്യങ്ങൾ. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഊഞ്ഞാലും പല പല സ്റ്റോളുകളും പിന്നെ ഭംഗിയായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കവിത. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം. बातचीत के लिए आप भी इस मेले में होते तो क्या क्या करते? ഈ മേളയിൽ അഥവാ നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിലോ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. मेले में छोटू ने किसका हाथ पकड़ा होगा और क्यों? മേലയിൽ ചോട്ടു നമ്മൾ പറഞ്ഞു അനിയൻ കിസ്ക ഹാത്ത് പക്കടാ ഹോഗ, ആരുടെ കൈയായിരുന്നു പിടിച്ചത്? എന്തിനായിരുന്നു കൈ പിടിച്ചുകൊണ്ടിരുന്നത്? നമുക്കറിയാം മേളകളിൽ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ മിസ്സായി പോവാനും കൂട്ടം തെറ്റിപ്പോവാനും ലോസ്റ്റ് ആയി പോവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അമ്മയുടെ കൈയായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. चाट के अतिरिक्त ठेले पर रखकर क्या क्या बेच जाता है? അപ്പോൾ ഈ കവിതയിൽ അവരെന്താണ് കഴിച്ചത്? ചാട്ടാണല്ലേ. അപ്പോൾ ചാട്ട് കെ അതിരിക്ത്, ചാട്ടല്ലാതെ ഈ മേളയിൽ സ്റ്റാളുകളിൽ എന്തൊക്കെയായിരിക്കും വിൽക്കുക? നിങ്ങൾ പോയിട്ടുള്ള സ്റ്റാളുകളിലൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കാൻ വാങ്ങിയിട്ടുണ്ടാവുക? അപ്പോൾ അതൊക്കെ എഴുതണം. आप अपने यहाँ लगने वाले मेले के विषय में बताइए. നിങ്ങളുടെ സ്ഥലത്ത് ഉണ്ടായിരുന്ന മേളകളെ പറ്റി സംസാരിക്കൂ. അപ്പോൾ ചാപ്റ്ററിൽ അവർ പോയിരുന്ന മേളയെ പറ്റി അവർ സംസാരിച്ചു. ഇനി നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ പോയിട്ടുള്ള മേളകളെ പറ്റി നിങ്ങൾ സംസാരിക്കൂ. कविता में देखकर इन प्रश्नों के उत्तर दीजिए. छोटे समूह में अपने मित्रों के साथ मिलकर लिखिए. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ബുക്കിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മേള കഹാം ലഗാദ? മേള എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? എവിടെയായിരുന്നു? മേള ഘർ കെ പാസ് ലഗാദ, വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പം എങ്ങനെയാണ് ഇങ്ങനത്തെ ആൻസേഴ്സ് എഴുതുക? കണ്ടോ, മേല കഹാം, കഹാമാണ് ക്വസ്റ്റ്യൻ വേർഡ്. അത് മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. മേല പിന്നെ കഹാം കളഞ്ഞിട്ട് അവിടെ ഘർ കെ പാസ്, പിന്നെ ലഗാ ലഗാ ധ, അത് അതേപോലെ തന്നെ എഴുതുക. അപ്പം നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ പകരം നിങ്ങൾ ആൻസർ അവിടെ റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. മേള കഹാം ലഗാദ, മേള ഘർ കെ പാസ് ലഗാദ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബച്ചോനെ മേലെ മേ ക്യാ ഖായ? കുട്ടികൾ മേളയിൽ എന്താണ് കഴിച്ചത്? ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? ക്യാ. മേലെ ബച്ചോനെ മേലെ മേ ക്യാ ഖായ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ബച്ചോനെ മേലെ മേ ചാട്ട് ഖായ. ബച്ചോനെ മേലെ മേ ചാട്ട് ഖായ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബച്ചോനെ മേലെ മേ ക്യാ ഖരീദ? കുട്ടികൾ മേളയിൽ നിന്നും എന്താണ് വാങ്ങിയത്? എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്? ക്യാ, അതായത് എന്ത്. എങ്ങനെയാ അപ്പം ഇതിൻ്റെ ഉത്തരം എഴുതുക? ബച്ചോനെ മേലെ മേ ഖിലോനെ ഖരീദ. ഖിലോനെ എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ. ബച്ചോനെ മേലെ മേ ഖിലോനെ ഖരീദ. शब्दों का खेल, मेला ठेला जैसे और शब्दों की जोड़ी बनाइए और लिखिए. അപ്പോൾ കണ്ടില്ലേ ഇവിടെ മേല ഠേല ഒരു റൈമിംഗ് വേർഡ്സ് പോലെ തോന്നില്ലേ? അപ്പോൾ ഇതേപോലെ വേറെയും കുറച്ച് ജോഡികൾ ഉണ്ടാക്കിയിട്ട് പറയാനാണ് പറയുന്നത്.
നിങ്ങൾക്കറിയാമോ? അറിയുന്നത് നിങ്ങളിവിടെ എഴുതുക. നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഝൂല ഝൂലി, ധക്ക മുക്കി, ഹല്ല ഗുല്ല, ഇധർ ഉധർ. ഇതൊക്കെ ഹിന്ദിയിൽ സാധാരണയായിട്ട് ഒരുമിച്ച് പേരിൽ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ്. വേറെയും ഇതേപോലെ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് ഇവിടെ എഴുതുക. ഓക്കെ. कविता में इन शब्दों को खोज कर घेरा लगाइए. അപ്പം നിങ്ങൾ നിങ്ങളുടെ കവിതയിൽ ഈ ഒരു രണ്ട് വേർഡ്സ് ഠേല, ഠാട്ട്, ഈ വേർഡ്സ് ഉണ്ടോ എന്ന് പോയി ചെക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയൊക്കെയാണോ ഈ വേർഡ്സ് വരുന്നത് അവിടെയൊക്കെ സർക്കിൾ ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങൾ ചെയ്യില്ലേ? അടുത്തത്, नीचे दिए गए चित्रों के नाम बताइए और अनुमान लगाकर पढ़ने का प्रयास कीजिए. ഇവിടെ കുറേ വേർഡ്സ് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ, പേരുകൾ നോക്കി അത് വായിക്കണം. അപ്പം ആദ്യത്തേത് എന്താണ്? ഏക്. ഏക് എന്ന് പറഞ്ഞാൽ 1. ഠേല, കണ്ടോ? ഠേല, ഇതാണ് ഠേല. ജലേബി, ജലേബിക്കാണ് പറയുന്നത് ജലേബി. पैसे, ഐനക്, ഐനക് എന്ന് പറഞ്ഞാൽ സ്പെക്സ് അല്ലെങ്കിൽ കണ്ണട. ധൈല, ധൈല എന്ന് പറഞ്ഞാൽ സഞ്ചി. സേബ്, സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ. ബേങ്കൻ, ബേങ്കൻ എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാൽ. നെക്സ്റ്റ്, ശബ്ദ് ബനായിയെ ലിഖിയെ और पढ़कर सुनाइए. ഇവിടെ കുറേ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഈ ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഷേർ, ഷേർ, ഷേർ എന്ന് പറഞ്ഞാൽ സിംഹം. ഒരു വേർഡ് കിട്ടിയില്ലേ? ഇതേപോലെ ഇതിനുള്ളിൽ കുറേ വേർഡ്സ് ഒളിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഷേർ, പിന്നെ മേല, മേല എവിടെ? മേല, മേല. പയർ, പയർ എന്ന് പറഞ്ഞാൽ കാല്. പയർ, കാല്. പിന്നെ മേര. അപ്പം ഇത് മാത്രമല്ല, ഇതിൽ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതുക. ചിത്രകാരി, मान लीजिए कि आप भी इस मेले में गए हैं. അപ്പം നിങ്ങളും ഈ മേളയിൽ പോയിട്ടുണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ആപ് വഹാം ക്യാ കരേംഗെ? നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? അപ്നെ മിത്രോം കെ സാത്ത് ബാത്ചീത് കീജിയേ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുക. നിങ്ങളും ആ മേളയിൽ പോയിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ എന്തൊക്കെ കാണുമായിരുന്നു, നിങ്ങളവിടെ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ചിത്ര ബനായിയെ और कुछ शब्द भी लिखिए. അപ്പോൾ അവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെറിയ ചെറിയ ചിത്രങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ട് ആ ചിത്രങ്ങളുടെ അടിയിൽ അതിൻ്റെ പേരുകളും എഴുതുക. त्योहारों में तोरण से घर की सजावट करते हैं. അപ്പോൾ ആഘോഷങ്ങളിൽ നമ്മുടെ വീടുകളൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്യും. തോരണങ്ങളൊക്കെ തൂക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യും. आपने भी अलग अलग वस्तुओं से बने तोरण देखे होंगे. അപ്പം നിങ്ങളും പല പല വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ തോരണങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? തോരൺ പത്തേ, ഫൂൽ, കാഗജ് കെ ആകൃതിയോं, ഊൺ, छोटे मोटे आदि से बनाए जाते हैं. അപ്പോൾ ഈ തോരണങ്ങൾ പൂക്കൾ കൊണ്ടോ കടലാസുകൾ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പല എന്തെങ്കിലുമൊക്കെ മുത്തുകൾ കൊണ്ടോ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ आप भी कक्षा में अपने मित्रों के साथ मिलकर तोरण बनाइए. അപ്പം നിങ്ങൾ ക്ലാസ്സിലിരുന്ന് കുട്ടികളുടെ കൂടെ ഇതേപോലത്തെ ഡെക്കറേഷൻസ് തോരണങ്ങൾ ഉണ്ടാക്കുക. आपके आसपास की जो वस्तुएं आपको सुविधा से मिल जाएं उन्हीं से आप तोरण बना सकते हैं. അപ്പം നിങ്ങളുടെ തൊട്ടടുത്തുനിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്ന എന്ത് വസ്തുക്കൾ കൊണ്ടും നിങ്ങൾക്ക് തോരണം ഉണ്ടാക്കാം. अपने घर पर ये तोरण सभी को दिखाइए, सभी को बताए कि आपने ये कैसे बनाए. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയ തോരണങ്ങൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. അതേപോലെ അവർക്ക് പറഞ്ഞും കൊടുക്കുക നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്.
അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. നിങ്ങളെല്ലാവരും ഈ കവിത നന്നായി വായിക്കണം. ഉത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി എഴുതണം. അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നവരെ ബായ്.